ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു, നമ്മളുടെ പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നു അല്ലേ. അപ്പോൾ പോലീസ് ഡ്രൈവർ ഓൾറെഡി കഴിഞ്ഞ ഏപ്രിൽ മന്തിലായിരുന്നു പോലീസ് ഡ്രൈവറിന്റെ എക്സാം നടന്നത്. ആ എക്സാം നടന്നു, അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഇപ്പോൾ ഫിസിക്കൽ മെഷർമെന്റ്സും ഫിസിക്കൽ ടെസ്റ്റും അത് കഴിഞ്ഞ റോഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് ഡ്രൈവറിന്റെ ലിസ്റ്റ് ഒരു വർഷത്തേക്ക് ചുരുങ്ങുന്നത് ഭാഗമായി അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ ഇതാ ഉടനെ വരികയാണ്. അപ്പൊ കഴിഞ്ഞ എക്സാമിൽ പ്രിപ്പയർ ചെയ്തിട്ട് നല്ല സ്കോർ ഒന്നും ചെയ്യാത്ത ആളുകൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ കഴിഞ്ഞ വർഷം വന്നപ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സിലബസും കാര്യങ്ങളും നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ മാത്രം നമുക്ക് എക്സാമിന് ഡേറ്റ് വരുന്ന സമയത്ത് പഠിച്ചാൽ മതി. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്കുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചു വെക്കാൻ കഴിയും. അപ്പോൾ പുതുതായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന കഴിഞ്ഞ വീക്കിൽ നടന്ന ഒരു ഡ്രൈവർ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഡ്രൈവറിന്റെ ഒരു ഇൻസ്ട്രക്ടർ എക്സാം ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ പരീക്ഷയ്ക്ക് ഒരു 30ഓളം ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് ചോദിച്ചിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ എപ്പോഴും പറയാറുള്ള എന്താണ്, ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് അല്ലേ. ഡ്രൈവിംഗ് തിയറിയും അതേപോലെ മോട്ടോർ വെഹിക്കിൾ ആക്ട്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ്, മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതായത് ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പൊ അതിൽ നിന്നൊരു 30ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ഒരു വീക്കിലെ എക്സാമിൽ ചോദിച്ചിരുന്നു. ആ എക്സാമിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നത്, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ എന്തായിരുന്നു എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിലോട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് കാണുക, കണ്ടിട്ട് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോൾ ക്വസ്റ്റ്യനും ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. വാഹനത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും വ്യാപാര രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ട്രേഡ് രജിസ്ട്രേഷൻ ആണ് കേട്ടോ. ട്രേഡ് രജിസ്ട്രേഷൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ട്രേഡ് രജിസ്ട്രേഷൻ എന്നായിരിക്കും ഉണ്ടാകുക, അത് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വ്യാപാര രജിസ്ട്രേഷൻ എന്നായിരിക്കും ഉണ്ടായിരിക്കുക. ട്രേഡ് രജിസ്ട്രേഷൻ അടയാളവും നമ്പറും പ്രദർശിപ്പിക്കേണ്ടതാണ്. എങ്ങനെയാണ് പ്രദർശിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ പറയുന്നത്. ചുവപ്പ് പശ്ചാത്തലത്തിൽ വെള്ള നിറത്തിൽ, മഞ്ഞ പശ്ചാത്തലത്തിൽ ചുവപ്പ് നിറത്തിൽ, കറുപ്പ് പശ്ചാത്തലത്തിൽ മഞ്ഞ നിറത്തിൽ, വെള്ള പശ്ചാത്തലത്തിൽ കറുപ്പ് നിറത്തിൽ. അപ്പൊ ഇത് ഏത് ഭാഗത്ത് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്പർ പ്ലേറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്പർ പ്ലേറ്റ് ആണ്. നമ്മൾ നോർമലി പഠിക്കുന്ന സമയത്ത് നമുക്ക് സിലബസിലൊന്നും നമ്പർ പ്ലേറ്റ് എന്താണ് അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് എന്നാണൊന്നും കൊടുക്കാറില്ല. പക്ഷെ നമ്മൾ നമ്പർ പ്ലേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ബാച്ച് എടുത്ത കോഴ്സ് എടുത്ത ഇപ്പോൾ ഡ്രൈവറിന്റെ ബാച്ചിലുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ അറിയാൻ പറ്റും. അതിൽ നമ്പറിന് എല്ലാ കളറിലെ നമ്പറുകളിലും അതിന്റെ പ്ലേറ്റുകളെ കുറിച്ചുള്ള ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്പർ പ്ലേറ്റുകളിൽ നിങ്ങൾ പല ടൈപ്പ് നമ്പർ പ്ലേറ്റുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഏതൊക്കെ ഇതിനൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ ഇതിൽ വാഹനത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ട്രേഡ് രജിസ്ട്രേഷന്റെ നമ്പർ പ്ലേറ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ട്രേഡ് രജിസ്ട്രേഷന്റെ നമ്പർ പ്ലേറ്റ് ഏതാണെന്ന് നോക്കുന്നത്. ട്രേഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ചുമപ്പ് ആണ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കുക. റെഡ് ആയിരിക്കും ട്രേഡ് രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് കണ്ടിരിക്കുക. ഇപ്പൊ റെഡിൽ തന്നെ ഡൗട്ട് ഉണ്ടാവും, ഇവിടെ ചുമപ്പ് വരുന്ന സമയത്ത് ചുമപ്പ് ലെറ്റർ ആണോ, ചുമപ്പ് ബാക്ക്ഗ്രൗണ്ട് ആണോ, അല്ലെ നമ്മുടെ പശ്ചാത്തല നിറം ചുമപ്പില് കറുപ്പാണോ വൈറ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ചുവപ്പ് പശ്ചാത്തലത്തിൽ വെള്ള നിറമാണ്. അതായത് നമുക്ക് റെഡ് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. റെഡ് നമ്പർ പ്ലേറ്റിൽ വൈറ്റ് ലെറ്റേഴ്സ് അല്ലെ, നമ്മൾ എഴുതുന്ന TC നമ്പർ എഴുതുന്ന ട്രേഡ് രജിസ്ട്രേഷൻ നമ്പർ എഴുതുന്നത് ഏതായിരിക്കും, വൈറ്റ് ലെറ്റേഴ്സ് ആയിരിക്കും. ഇവരുടെ കോഡും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ചുവപ്പ് പശ്ചാത്തലത്തിൽ വെള്ള നിറത്തിൽ നിന്നായിരുന്നു. ഇതിന്റെ തൊട്ട് മുന്നേ നടന്ന ഒരു എക്സാമിൽ വന്നിരുന്നത് ഒരു ഇലക്ട്രിക് വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ കളറായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. ആ ക്വസ്റ്റിന്റെ മാർക്ക് ഒരിക്കലും നമുക്ക് മിസ്സാവില്ല. കാരണം ഒരു 10 ടൈപ്പ് നമ്പർ പ്ലേറ്റുകളാണ് നമുക്ക് ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ആ 10 എണ്ണം പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ക്വസ്റ്റിന് എന്തായാലും ഒരു ആൻസർ നമുക്ക് എന്തായാലും കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പൊ ഇത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം എന്താ, നമ്മൾ എന്നും കാണുന്നതാണ് അല്ലെ. നമ്മൾ ഓരോ വാഹനങ്ങൾ കാണുന്നുണ്ട്, ടാക്സി, പ്രൈവറ്റ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, റെന്റേ കാർ, അതേപോലെ തന്നെ മിലിറ്ററി വാഹനങ്ങൾ, കോൺസുലേറ്റ് വാഹനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി വാഹനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ കാണുന്ന സമയത്ത് അവർ നമ്പർ പ്ലേറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പൊ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഫസ്റ്റത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ചുവപ്പ് പശ്ചാത്തലത്തിൽ വെള്ള നിറത്തിലാണ് ആൻസർ വരുന്നത്. അപ്പൊ നെക്സ്റ്റ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് ഒരാളെ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെക്കുന്നതിൽ നിന്ന് ലൈസൻസിംഗ് അതോറിറ്റി അയോഗ്യരാക്കുന്നത്?
അപ്പോൾ താഴെ 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇവയിൽ ഏത് തെറ്റിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതാണ് ചെയ്യുമ്പോൾ സമയത്താണ് അയാളുടെ ലൈസൻസിങ് അതോറിറ്റി അയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യരാക്കി മാറ്റുന്നത് കേട്ടോ. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. അതായത് ഡ്രൈവിംഗ് ലൈസൻസിങ് അതോറിറ്റിക്ക് അയോഗ്യരാക്കാനുള്ള അവകാശമുണ്ട്, കോടതിക്ക് അയോഗ്യരാക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ ഓരോ സെക്ഷൻ നമ്പറുകളും കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. സെക്ഷൻ എത്രയാണ്, 19, 20 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ സെക്ഷൻസ് നമ്മൾ ഓർത്തിരിക്കണം. ദെൻ അതിന്റെ ഓപ്ഷൻസ് നോക്കാം. ചരക്ക് വണ്ടികളിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ മോഷണം, പബ്ലിക് സർവീസ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പുകവലി, അങ്ങനെ ചെയ്യാൻ അധികാരമുള്ള ഏതെങ്കിലും വ്യക്തി സിഗ്നൽ നൽകിയാൽ നിർത്തുന്നതിൽ പരാജയപ്പെടുന്നു, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പൊ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളൊരു ഗുഡ്സ് കാരിയർ വെഹിക്കിൾ ആണ് ഓടിക്കുന്നത്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഓടിക്കുന്ന ആളാണെങ്കിൽ അതിൽ കൊണ്ടുപോകുന്ന ഗുഡ്സിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കുക, അങ്ങനെ മോഷ്ടിക്കുകയാണ് ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ പബ്ലിക് സർവീസ് വാഹനം, പബ്ലിക് സർവീസിന് ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൽ ഇരുന്നിട്ട് സ്മോക്കിംഗ്, പുകവലിക്കുകയാണെങ്കിൽ. then മൂന്നാമത്തെ പറയുന്നത് എന്താണ്, കൈ കാണിച്ചു കഴിഞ്ഞാൽ വാഹനം നിർത്തുന്നതിന് അവകാശമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, അതായത് ഒന്നെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനാകാം, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാകാം, അല്ല അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ആരെങ്കിലും ആവാം. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ കൈ കാണിച്ചു കഴിഞ്ഞാൽ സിഗ്നൽ നൽകി നിർത്താൻ പറഞ്ഞു, അങ്ങനെ നിർത്താൻ പറയുന്ന സമയത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ. പിന്നെ ലാസ്റ്റത്തെ എന്ന് പറയുന്ന ഓപ്ഷൻ തരം മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 3 കേസിലും നമ്മളത് പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ ലൈസൻസ് എന്താക്കും, അയോഗ്യരാക്കും. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക, ഓപ്ഷൻ ഡി. അപ്പൊ ഈ 3 കേസിൽ നമ്മൾ വാഹനം ഇത് നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിലും ലൈസൻസിങ് അതോറിറ്റിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ലൈസൻസിനെ അയോഗ്യരാക്കാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ, സസ്പെൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അതാണ് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ നെക്സ്റ്റ് അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. മദ്യപിച്ചോ മയക്കുമരുന്നിന്റെ ലഹരിയിലോ വാഹനം ഓടിക്കുന്നവർ ആദ്യ കുറ്റത്തിന് രൂപ വരെ പിഴ അടച്ച് ശിക്ഷിക്കപ്പെടും. അതായത് മദ്യപിച്ചോ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ലഹരിയിലോ വാഹനം ഓടിക്കുകയാണെങ്കിൽ, ഡ്രിങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഓഫ് ദി ഡ്രഗ്സ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസിലൂടെ വാഹനം ഓടിക്കുകയാണെങ്കിൽ ആദ്യ കുറ്റത്തിന് ഒരു പിഴയാണ്, രണ്ടാമത്തെ കുറ്റത്തിന് പിഴ മാറും, ഇംപ്രീസ്മെന്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഓപ്ഷൻ എ പറയുന്നത് 5000 ആണ്, ഓപ്ഷൻ ബി പറഞ്ഞ 10,000, ഓപ്ഷൻ സി പറഞ്ഞ 15,000, ഓപ്ഷൻ ഡി പറയുന്നത് 20,000. അപ്പൊ 5,000, 10,000, 15,000, 20,000. ഇതിൽ ആദ്യ കുറ്റത്തിന് സെപ്പറേറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യ കുറ്റത്തിന് എത്രയാണ് ഫൈൻ വരിക എന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 10,000 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ആദ്യ കുറ്റത്തിന് ഫൈൻ വരുന്നത് 10,000 രൂപയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫൈനിന്റെ എമൗണ്ടുകൾ പഠിക്കണം. നമ്മൾ ഓരോന്നിനും ട്രാഫിക്കിന്റെ ലൈൻസ് തെറ്റിച്ച് വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ മദ്യപിച്ച് വാഹനം ഓടിക്കുകയാണെങ്കിൽ, ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുകയാണെങ്കിൽ, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുകയാണെങ്കിൽ, ഈ കാര്യങ്ങൾക്കൊക്കെയുള്ള ഫൈനിന്റെ എമൗണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. എന്തായാലും ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻ എമൗണ്ടുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 2 ചോദിച്ചിരുന്നു. അതുകൊണ്ട് 2 3 നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻ എമൗണ്ടിൽ ചോദിക്കാം. ഇപ്പൊ ലാസ്റ്റ് നടന്ന എക്സാം ആയതുകൊണ്ട് പറയാണ്, ഇതിൽ ഒരു ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഫൈൻ എമൗണ്ട് ഒക്കെ ഒന്നിച്ചൊരൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്നാൽ ഞാൻ നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ 1989 റൂൾ 231 പ്രകാരം ഒരു പൊതുസ്ഥലത്ത് പൊതുസേവന വാഹനം പരിശോധിക്കാൻ അധികാരമുള്ള വ്യക്തി. ഓപ്ഷൻ എ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ. ഓപ്ഷൻ ബി അതത് ജില്ലയിലെ ജില്ലാ കളക്ടർ. ഓപ്ഷൻ സി സർക്കാരിന്റെ ഏതെങ്കിലും മന്ത്രി. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ ചോദിച്ചിട്ട് ഇതിന്റെ ഒരു സംശയം വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോയിരുന്നു. പക്ഷേ അതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും PSC ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ചോദിച്ചു. അപ്പൊ ഇതിൽ സിമ്പിൾ ആയിട്ട് എന്താ, 1950 റൂൾ 231 പ്രകാരം ഒരു പൊതുസ്ഥലത്ത് വാഹനം. അപ്പൊ ഈ ഒരു റൂൾ 231 അല്ലെ, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ റൂൾ 231 മോട്ടോർ വെഹിക്കിൾ റൂൾസ്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിലെ റൂൾ 231 എന്താണ് പറയുന്നത്, പൊതുസ്ഥലങ്ങളിൽ ഒരു പൊതുസേവന വാഹനം ചെക്ക് ചെയ്യുന്നതിനുള്ള അധികാരമുള്ള വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ റാങ്കിൽ കുറയാത്ത ഏതെങ്കിലും ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ, അതായത് ജില്ലാ കളക്ടർ, സർക്കാരിന്റെ ഏതെങ്കിലും ഒരു മന്ത്രി, അതേപോലെ തന്നെ മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പൊ ഇതിൽ ആൻസർ ഓപ്ഷൻസിൽ ഓപ്ഷൻ വന്ന് ഡി ആണ്. ഇവിടെ ഡി ആണ് വന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, മുകളിൽ പറഞ്ഞവ എല്ലാവർക്കും എന്നുള്ളത്. അപ്പൊ ഇതിൽ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നൊക്കെയുള്ള രീതിയിലും ഓപ്ഷൻസ് വരാം കേട്ടോ.
അപ്പോൾ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നിർദ്ദേശങ്ങൾ സ്വീകരിക്കുമ്പോഴോ ഡ്രൈവിംഗ് അനുഭവം നേടുമ്പോഴോ വാഹനം ഓടിക്കാൻ ഫലപ്രദമായ ലേണേഴ്സ് ലൈസൻസ് കൈവശമുള്ള ഒരു വ്യക്തി വാഹനത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും എൽ എന്ന അക്ഷരം പെയിന്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഒരു എൽ ബോർഡ് വെക്കുന്നുണ്ടല്ലോ, നമ്മൾ ലേണേഴ്സ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോർമലി എന്ത് ചെയ്യും, ഒരു എൽ ബോർഡ് വെക്കും അല്ലെ. ഈ എൽ ബോർഡ് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ജസ്റ്റ് സെന്റൻസ് ഒന്നും വേണ്ട, നിങ്ങൾ ഈ കുറെ കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പരിശീലനം നേടുമ്പോൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ലേണിംഗ് ലൈസൻസ് എടുത്തിട്ട് വാഹനം ഓടിച്ച് പഠിക്കുമ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇത്രയും സെന്റൻസ് ആയി പറയുന്നത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ എന്ന് പറയുന്നത് വെള്ള പശ്ചാത്തലത്തിൽ ചുവപ്പ് നിറത്തിൽ, ചുവന്ന പശ്ചാത്തലത്തിൽ വെള്ളയിൽ, മഞ്ഞ പശ്ചാത്തലത്തിൽ ചുവപ്പ് നിറത്തിൽ, ചുവപ്പ് പശ്ചാത്തലത്തിൽ മഞ്ഞ നിറത്തിൽ. ഇപ്പോൾ ഇതിൽ എങ്ങനെയാണ് ലേണിംഗിന്റെ എൽ ബോർഡ് വെക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്താണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ലെറ്റർ ആണ് അല്ലെ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള പശ്ചാത്തലത്തിൽ ചുവന്ന നിറത്തിലാണ് വെക്കേണ്ടത്. അപ്പൊ ഇതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. എൽ എന്ന് പറഞ്ഞ ലെറ്റർ നമ്മൾ എഴുതുന്നത് എന്ത് കളറിലായിരിക്കണം, റെഡ് കളറിലായിരിക്കണം. നോർമലി നമ്മൾ സാധാരണ വാഹനങ്ങളിൽ കണ്ടിട്ടുണ്ടായിരിക്കും എങ്ങനെ റെഡിൽ ഒരു ലെറ്റർ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, സ്റ്റിക്കറോ അല്ലെങ്കിൽ ഒരു ടാപ്പോ ഉപയോഗിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും സാധാരണ ആരും കൊടുക്കാറില്ല. പക്ഷെ കൃത്യമായിട്ട് ഇതിനൊരു അളവുണ്ട്. അതായത് ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, സ്ക്വയർ ബോക്സ്, നമ്മൾ ഈ സ്ക്വയർ ബോക്സിന് ഒരു അളവുണ്ട്, എത്രയെന്ന് പറയുന്നുണ്ട് നമ്മൾ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ. അതേപോലെ തന്നെ ഈ എൽ എന്ന് പറഞ്ഞ ലെറ്റർ എഴുതുന്നുണ്ടല്ലോ, അതിന്റെ ഒരു തിക്നെസ്സും വിടുത്തും വരെ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് വിടുത്ത്, ഇത് എല്ലിന്റെ എത്ര വരണം, എല്ലിന്റെ ഈ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ വിടുത്ത് എത്ര വരണം എന്നതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 18 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വേണമെന്നുണ്ടെങ്കിലും അടുത്തൊരു ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സ്ഥിതിക്ക് ഈ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിലെ ഈ ഒരു ഭാഗം കൂടി നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചിരിക്കണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ പൊതു സ്വകാര്യ ആശുപത്രികളിലും ഹിന്ദി, ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷകളിൽ പ്രവേശന കവാടത്തിലോ മറ്റു പ്രകടമായ സ്ഥലത്തും അവരുടെ വെബ്സൈറ്റിലും ഇനി പറയുന്ന അവകാശങ്ങൾ പ്രസ്താവിക്കുന്ന ഒരു ചാർട്ടർ പ്രസിദ്ധീകരിക്കേണ്ടതാണ്. അപ്പൊ എന്തൊക്കെയാണല്ലോ നോക്കാം. ഓപ്ഷൻ എ ഡ്രൈവർമാർ, ഓപ്ഷൻ ബി ഡോക്ടർമാർ, ഓപ്ഷൻ സി നല്ല സമരിയാക്കാർ, ഓപ്ഷൻ ഡി ആശുപത്രി മാനേജ്മെന്റ്. അതായത് നോർമലി ഒരു പൊതു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ആ ഹോസ്പിറ്റലിൽ ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് പ്രാദേശിക ഭാഷകളിൽ ഒരു ചാർട്ടിൽ കുറെ വിവരങ്ങൾ എഴുതി വെക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. കുറെ ചാർട്ടിൽ ലാംഗ്വേജിൽ അത് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് സൈഡിൽ ആളുകൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെക്കണം. എന്തെല്ലാം കാര്യത്തെ കുറിച്ചാണ് എഴുതേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാവും. ഡ്രൈവർമാരെ കുറിച്ച്, ഡോക്ടർമാരെ കുറിച്ചല്ല, ഡോക്ടർമാരെ കുറിച്ചൊക്കെ അവരുണ്ടാവും. പക്ഷെ ആസ് പെർ റൂൾ പ്രകാരം ഒരു ഗുഡ് സമരിയനെ കുറിച്ച് അല്ലെ, നല്ലൊരു സമരിയക്കാരനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് നമ്മൾ ഒരാളെ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട പ്രിവിലേജ്, അയാളെ മറ്റ് കേസുകളിലൊന്നും ഉൾപ്പെടുത്തൂല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരിക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഒരു വാഹനം ഒരു കാൽനട ക്രോസിങ്ങിനെ സമീപിക്കുമ്പോൾ ഡ്രൈവർ വേഗത കുറക്കുകയും ഡാഷ് മീറ്റർ മുൻപ് നിർത്തുകയും കാൽനട യാത്രക്കാർക്ക് വഴി നൽകുകയും വേണം. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 2. അതെന്താണ്, ഒരു വാഹനം കാൽനട ക്രോസിങ്ങിനെ സമീപിക്കുമ്പോൾ, ഒരു വാഹനം നമ്മളുടെ സീബ്ര ക്രോസിംഗിലെ ക്രോസിങ്ങിനായിട്ട് സമീപിക്കുന്ന സമയത്ത് ഡ്രൈവർ വാഹനത്തിന്റെ വേഗത കുറക്കണം. അതോടൊപ്പം തന്നെ എത്രയോ ഒരു ഡിസ്റ്റൻസ് മുന്നേ ആ സീബ്ര ലൈനിന് സീബ്ര ലൈൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലൈൻ ഉണ്ടായിരിക്കും, ആ സ്റ്റോപ്പ് ലൈനിന് എത്രയോ മുന്നേ നിർത്തണം എന്ന് പറഞ്ഞാൽ എത്ര മുന്നെയാണ് നിർത്തേണ്ടത് എന്നുള്ളതാണ് ഓപ്ഷൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 5 മീറ്റർ ആണ് കേട്ടോ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. 5 മീറ്ററിന് മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വാഹനത്തെ ഒരു നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരികയും വ്യക്തികൾ, ചരക്കുകൾ അല്ലെങ്കിൽ ലഗേജുകൾ എന്നിവ ഉടനടി എടുക്കുകയോ ഇറക്കുകയോ ചെയ്യുന്നതിനോ അല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി കാത്തിരിക്കാൻ ഇടയാക്കുന്നതും 3 മിനിറ്റിൽ കൂടുതൽ നിർത്തുന്നതും ഉൾപ്പെടുന്നു. ഓപ്ഷൻ എ വെയിറ്റിംഗ്, ഓപ്ഷൻ ബി പാർക്കിംഗ്, ഓപ്ഷൻ സി റൈഡിംഗ്, ഓപ്ഷൻ ഡി ഹാൾട്ടിംഗ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു വാഹനത്തെ നിശ്ചലാവസ്ഥ, വാഹനം നമ്മൾ നിർത്തിയിടുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾക്ക്, അതായത് ലഗേജുകളോ ചരക്കുകളോ അല്ലെങ്കിൽ വ്യക്തികളെയോ
പെട്ടെന്ന് ഇറക്കാനും കയറ്റാനും ഒഴികെ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വാഹനം നിർത്തിയിടുകയാണ്. ആ വാഹനം നിർത്തിയിടുന്നത് 3 മിനിറ്റിൽ കൂടുതലാണെങ്കിൽ, വാഹനം നിർത്തിയിടുന്നത് 3 മിനിറ്റിൽ കൂടുതൽ നിർത്തുന്നതാണെങ്കിൽ ആ ഇതിൽ എന്താണ് പറയുന്നത്? വെയിറ്റിംഗ് ആണോ, പാർക്കിംഗ് ആണോ, റൈഡിംഗ് ആണോ, ഹാൾട്ടിംഗ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ഏതാണ് ആൻസർ വരിക? ആൻസർ ഓപ്ഷൻ ബി പാർക്കിംഗ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്താണ്? 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പിംഗ് എന്താണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യങ്ങൾ പാർക്കിംഗ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു 3 മിനിറ്റിന്റെ കാര്യം പറഞ്ഞു. ആ 3 മിനിറ്റിനെ വെച്ചിട്ട് തന്നെയാണ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാഹനം നിർത്തുകയാണ്, അതിൽ ആളുകളെ കയറ്റാനോ ഇറക്കാനോ അല്ലെങ്കിൽ ചരക്കുകൾ കയറ്റാനോ ഇറക്കാനോ ഒഴിച്ച് വാഹനം നമ്മൾ നിർത്തിയിട്ടു, അത് 3 മിനിറ്റിൽ കൂടുതലാണെങ്കിൽ അത് പാർക്കിംഗ് ആണ്. ഡ്രൈവർ സീറ്റിൽ ഡ്രൈവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 3 മിനിറ്റിൽ കൂടുതലാണ് ഈ ഒരു ആവശ്യമല്ല, ആളെ കയറ്റുന്നില്ല ഇറക്കുന്നില്ല, ചരക്കുകൾ കയറ്റുന്നില്ല ഇറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് പാർക്കിംഗ് എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ 3 മിനിറ്റിൽ കൂടുതലാണെങ്കിൽ പാർക്കിംഗ് ആണ്. ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന 3 മിനിറ്റിൽ കുറവാണ്, ആളുകളെ കയറ്റുക ഇറക്കുകയൊക്കെ ചെയ്യുന്ന ആ സമയത്ത് അങ്ങനെ നിർത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പാർക്കിംഗ് ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വാഹനം യു ടേൺ ചെയ്യാൻ പാടില്ല. ഒരു വാഹനം ഒരിക്കലും യു ടേൺ ചെയ്യാൻ പാടില്ല. എവിടെയൊക്കെയെന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കണം കേട്ടോ. ഒരു റോഡ് അടയാളം അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽ വഴി അത്തരം യു ടേൺ നിരോധിച്ചിരിക്കുന്നിടത്ത്. ഓപ്ഷൻ ബി പറയുന്നത് ഒരു പ്രധാന റോഡിലോ ഹൈവേയിലോ എക്സ്പ്രസ് വേയിലോ. ഓപ്ഷൻ സി പറയുന്നത് തുടർച്ചയായ ഒറ്റ അല്ലെങ്കിൽ ഇരട്ട സോളിഡ് ലൈനുള്ളിടത്തോളം. ഓപ്ഷൻ ഡി പറയുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് നമ്മളൊരു വാഹനം യു ടേൺ ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും യു ടേൺ എടുക്കേണ്ട ആവശ്യം വരും ചില സമയങ്ങളിൽ നമുക്ക് ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യു ടേൺ എടുക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, ഈ മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് നമ്മൾ ഒരിക്കലും യു ടേൺ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെ, ഇങ്ങനെ കണ്ടോ യു ടേൺ നിരോധിച്ചിരിക്കുന്നു എന്നില്ല ഇങ്ങനെ ക്രോസ് ആയിട്ടൊരു ചിഹ്നം കണ്ടിട്ടുണ്ടായിരിക്കും. ആ യു ടേൺ നിരോധിച്ചിരിക്കുന്നിടത്ത് ഒരിക്കലും നമ്മൾ യു ടേൺ എടുക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഹൈവേ എക്സ്പ്രസ് വേ അതിലൊക്കെ നമ്മൾ ഡയറക്റ്റ് പെട്ടെന്ന് യു ടേൺ എടുക്കാൻ പാടുള്ളതല്ല. പിന്നെ തുടർച്ചയായി സോളിഡ് ലൈൻ ഉള്ളത്, നമ്മൾ റോഡ് ഇങ്ങനെ റോഡാണെന്നുണ്ടെങ്കിൽ ഈ റോഡിന്റെ സെൻട്രൽ നിങ്ങൾ സോളിഡ് ലൈൻ കണ്ടിട്ടുണ്ടായിരിക്കും. തുടർച്ചയായിട്ട് ചിലപ്പോൾ യെല്ലോ ആയിരിക്കും, ചിലപ്പോൾ വൈറ്റ് ആയിരിക്കും, ഇങ്ങനെ സോളിഡ് ലൈൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സോളിഡ് ലൈൻ ഇല്ലാത്ത ഒരിക്കലും ഈ സോളിഡ് ലൈൻ മുറിച്ച് കടന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? യു ടേൺ എടുക്കാൻ പാടുള്ളതല്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എമർജൻസി വാഹനങ്ങൾക്കുള്ളിലെ മുൻഗണന ഇനി പറയുന്നവയായിരിക്കും. നമുക്കറിയാം എമർജൻസി വാഹനങ്ങളുണ്ട്, അതിൽ ഏത് വാഹനത്തിനാണ് ആദ്യം മുൻഗണന കൊടുക്കേണ്ടതെന്നാണ്. ഓപ്ഷൻ എ ആദ്യം ആംബുലൻസ്, രണ്ടാമത് ഫയർ സർവീസ് വാഹനം, മൂന്നാമത് പോലീസ് സർവീസ് വാഹനം. ഓപ്ഷൻ ബി ആദ്യം ആംബുലൻസ്, രണ്ടാമത് പോലീസ്, മൂന്നാമത് ഫയർ സർവീസ്. ഓപ്ഷൻ സി വരുന്നത് ആദ്യം ഫയർ സർവീസ് വാഹനം, രണ്ടാമത് ആംബുലൻസ്, മൂന്നാമത് പോലീസ് സർവീസ് വാഹനം. നാലാമത് ഓപ്ഷൻ ഡി വരുന്നത് ഫയർ സർവീസ് വാഹനം, രണ്ടാമത് പോലീസ് വാഹനം, മൂന്നാമത് ആംബുലൻസ്. അപ്പൊ നമുക്കറിയാം ഇതിൽ ഇപ്പൊ ഫയർ സർവീസ് ആയിക്കോട്ടെ അതേപോലെ തന്നെ ആംബുലൻസ് ആയിക്കോട്ടെ, ഫയർ സർവീസും ആംബുലൻസിന്റെയാണ് കാര്യം പറഞ്ഞത്, ആംബുലൻസും പോലീസും ഈ 3 കാര്യമാണ്, 3 വാഹനങ്ങളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ആംബുലൻസും പോലീസും ഇത് 3ഉം എമർജൻസി വാഹനങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവർക്കിടയിൽ ഒരു മുൻഗണന ഉണ്ട്. ഇവരിൽ ഇപ്പൊ 3 വാഹനം കൂടി ഒരു ജംഗ്ഷനിലോട്ട് വരികയാണ് അല്ലെങ്കിൽ റോഡിലോട്ട് പോവുകയാണെങ്കിൽ ഇവരിൽ മുൻഗണന കൊടുക്കേണ്ടത് ആർക്ക് എന്നുള്ളത് ആണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഈ നമ്മൾ മറ്റു വാഹനം നോർമലി വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഫയർ ആണെങ്കിലും ആംബുലൻസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുൻഗണന, പോലീസ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? മുൻഗണന കൊടുക്കും. അവർ പോകാൻ വേണ്ടിയിട്ട്, അവർക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങൾ കൊടുക്കും. പക്ഷെ ഇവർ 3ഉം ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഇവരിൽ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് മുൻഗണന കൊടുക്കേണ്ടത് എപ്പോഴും ആ ഫയർ ഫോഴ്സിനാണ് കേട്ടോ. ഫയറിനാണ് ഫസ്റ്റ് മുൻഗണന കൊടുക്കേണ്ടത്. എപ്പോഴും ഫയറിനാണ് ഫസ്റ്റ് മുൻഗണന കൊടുക്കേണ്ടത്. രണ്ടാമത് വരുന്നതാണ് ആംബുലൻസ്, മൂന്നാമത് പോലീസ്. പിന്നെ നാലാമത് എസെൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് പോകുന്ന എമർജൻസി വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്. ഫസ്റ്റ് ഫയർ സർവീസ് വാഹനം, രണ്ടാമത് ആംബുലൻസ്, മൂന്നാമത് പോലീസ് സർവീസ് വാഹനം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഫയർ, രണ്ടാമത് ആംബുലൻസ്, മൂന്നാമത് എന്താണ്? പോലീസ്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇതൊക്കെ എല്ലാ ഡ്രൈവർ എക്സാമിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒരു 10 ഡ്രൈവർ എക്സാമിൽ ലാസ്റ്റ് സ്പെഷ്യൽ ടോപ്പിക്സ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുന്നേ നടന്ന ഡ്രൈവർ എക്സാമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അതിൽ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഒന്നും കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഒക്കെ ബേസ് ചെയ്ത് വരുന്ന എല്ലാ എക്സാമുകളിലും ഈ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് സാധാരണ കാണാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മറ്റൊരു വാഹനം കെട്ടിവലിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി?
ഇതും ഓൾറെഡി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു വാഹനം ടോ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ശരി എന്നാണ് പറയുന്നത് കേട്ടോ. വേഗത മണിക്കൂറിൽ 25 കിലോമീറ്ററിൽ കൂടരുത്, വേഗത മണിക്കൂറിൽ 40 കിലോമീറ്ററിൽ കൂടരുത്, നിർദ്ദിഷ്ട റോഡിന്റെ അനുവദനീയമായ വേഗത നിരീക്ഷിക്കാൻ വേഗത നിയന്ത്രണമില്ല. ഓപ്ഷൻ ഡി, 4 വരി പാതയിൽ വേഗത 60 കിലോമീറ്ററിലും മറ്റ് റോഡുകളിൽ 30 കിലോമീറ്ററിലും കവിയാൻ പാടില്ല. അപ്പൊ ഇത് ടോ ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കുള്ള നിയമങ്ങൾ മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസിൽ പറയുന്നുണ്ട്. ടോ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നില്ല. അപ്പൊ അതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് അതിൽ പറയുന്നത് അതിന്റെ സ്പീഡിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സ്പീഡ്, എത്ര സ്പീഡ് വരെ നമുക്ക് പോവാം എന്നുള്ളതാണ് പറയുന്നത്. അത് 24 കിലോമീറ്റർ പെർ ഹവർ ആണ് അതിന്റെ ഒരു വേഗത പറയുന്നത്. കിലോമീറ്റർ പെർ ഹവർ 24 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 25 കിലോമീറ്ററിൽ കൂടരുത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. വേഗത മണിക്കൂറിൽ 25 കിലോമീറ്റർ കൂടരുത്. ഇതുമ്പോൾ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോ ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇപ്പൊ ടോ ചെയ്ത് കൊണ്ടുപോകുന്ന വാഹനം ഇവിടെ ഉണ്ട്, അതിന് പിന്നിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന വാഹനം ഉണ്ട്, നമ്മൾ ഒരു കയറോ ചെയിനോ ഇട്ട് വലിക്കുന്നുണ്ടാവും. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതായിരിക്കും ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് ആയിരിക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓൺടോ എന്നുള്ളത് എഴുതാം. അതുമേ ആ ഓൺടോന്റെ എഴുതുന്ന ഡയമെൻഷന് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം. അത് അഡ്വാൻസ് കാര്യമാണ്. ഇപ്പൊ സ്പീഡും അതേപോലെ ഡിസ്റ്റൻസും ആണ് നോർമലി എപ്പോഴും എന്തെങ്കിലും ചോദിക്കാറുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 25 കിലോമീറ്ററിൽ കൂടരുത്. ദെൻ അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളൊരു റോഡിന്റെ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ കവലയിലേക്ക് അടുക്കുമ്പോൾ ട്രാഫിക് കൺട്രോൾ സിഗ്നലിൽ നിന്ന് ആംബർ ലൈറ്റിൽ ദ്രുതഗതിയിലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള മിന്നലുകൾ നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ, നിർത്തി പച്ച വെളിച്ചം മിന്നുന്നത് വരെ കാത്തിരിക്കുക. ഓപ്ഷൻ ബി, ഒന്നും ചെയ്യരുത്, സുരക്ഷിതമെന്ന് തോന്നുന്നെങ്കിൽ ഡ്രൈവിംഗ് തുടരുക. ഓപ്ഷൻ സി, നിർബന്ധിത സ്ലോ ഡൗൺ ചെയ്ത് നോക്കി പോവുക. ഓപ്ഷൻ ഡി, ആംബർ ലൈറ്റ് നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനും ഷോപ്പിംഗ് നടത്താനും അനുവാദമുള്ള ഷോപ്പിംഗ് ഏരിയയെ പ്രതിനിധീകരിക്കുന്നു. അപ്പൊ ആംബർ ലൈറ്റ് ഉണ്ട്. ആംബർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാഫിക്കിൽ കാണുന്ന യെല്ലോ ലൈറ്റ് അല്ലെ. നമ്മൾ യെല്ലോ എന്നാണ് നോർമലി പറയാറുള്ളത്. ശരിക്കും അതിന്റെ പേര് എന്ന് പറയുന്നത് ആംബർ ലൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു ടൗണിലോട്ട് ഒരു ജംഗ്ഷനിലോട്ട് എടുക്കുകയാണ്. ഈ യെല്ലോ ലൈറ്റ് എന്ത് ചെയ്യാണ്? ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓഫ് ആവുന്നുണ്ട്, ഓൺ ആവുന്നുണ്ട്, അങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മൾ നിർബന്ധമായിട്ടും വാഹനം എന്ത് ചെയ്യണം? സ്ലോ ചെയ്യണം. വാഹനം സ്ലോ ഡൗൺ ചെയ്യണം. നിർബന്ധമായും സ്ലോ ഡൗൺ ചെയ്യണം ആ ജംഗ്ഷനിലോട്ട് എത്തുമ്പോൾ. അതിനുശേഷം 2 സൈഡിലോട്ടും 3 സൈഡാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 4 വേ ജംഗ്ഷൻ ആണെങ്കിൽ 3 സൈഡിലോട്ടും നോക്കി വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കടന്നു പോകണം. അപ്പോൾ ഈ യെല്ലോ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വാണിംഗ് ആണ്. നമ്മൾ സ്ലോ ചെയ്തിട്ടുള്ളൂ നമ്മൾ പോകാൻ പാടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിവിധ റോഡുകളിൽ മോട്ടോർ സൈക്കിളിന് അനുവദീയമായ പരമാവധി വേഗത. ഒന്ന് NH 6 ലൈൻ റോഡ്, 6 വരി റോഡ്, NH 4 ലൈൻ 4 വരി റോഡ്, നഗരപരിധികൾ. അപ്പൊ നമുക്കിത് സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു വാഹനത്തിലുള്ള വേഗത, നഗരപരിധിയിലുള്ള വാഹന വേഗത എത്ര, അല്ലെങ്കിൽ 6 ലൈനിലുള്ള വേഗത എത്ര, അല്ലെങ്കിൽ 4 ലൈനിലുള്ള ഒരു വേഗത എത്രയെന്നായിരുന്നു പണ്ടൊക്കെ ചോദിച്ചിരുന്നത്. ഇപ്പൊ അവരെന്താ 6 ലൈൻ്റെ ഒന്നും ചോദിച്ചിട്ടുണ്ട്, 4 ലൈൻ്റെ ചോദിച്ചിട്ടുണ്ട്, ടൗൺ സിറ്റി ലിമിറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 3ന്റെയും ചോദിച്ചിട്ടുണ്ട്. 3 കൂടി ഒറ്റ ക്വസ്റ്റ്യൻ, അതായത് 3 ക്വസ്റ്റ്യനായി ചോദിക്കാവുന്ന കാര്യം എന്തായി ഒറ്റ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തി. 3. അപ്പൊ നമ്മൾ ആ സ്പീഡിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ ഈ ഓപ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ലോജിക്കൊക്കെ വെച്ച് കുത്തണം. സ്പീഡിൽ ഇതിൽ വരെ എത്ര മാക്സിമം പോവാം എന്നുള്ള രീതിയിൽ വേണം. അതേപോലെ തന്നെ മോട്ടോർ സൈക്കിളിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ 6 ലൈനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 110 വരെ പോവാലോ എന്നുള്ളത് നോക്കും. മോട്ടോർ സൈക്കിൾ ആണോ, മോട്ടോർ കാറാണോ, കൊമേഴ്ഷ്യൽ വാഹനങ്ങളാണോ, ഹെവി വാഹനങ്ങളാണോ എന്നൊന്നും നോക്കൂല. അതിനൊക്കെ ഡിഫറെന്റ് സ്പീഡ് ഉണ്ട്. അതിൻ്റെ ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് പ്രകാരം വെക്കണം. നമ്മൾ ഇതിന്റെ മുന്നേ യൂട്യൂബിൽ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു സ്പീഡിനെ കുറിച്ചുള്ള വീഡിയോ നമ്മളുടെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണാവുന്നതാണ്. അപ്പൊ ഇതിൽ ഓപ്ഷൻ എ 110 കിലോമീറ്റർ, 100 കിലോമീറ്റർ, 50 കിലോമീറ്റർ ഓർഡറിലാണ് പറയുന്നത് കേട്ടോ. ഇത് 6 ലൈൻ ആണ് പറയുന്നത്, ഇത് 4 ലൈൻ ആണ് പറയുന്നത്, ഇത് സിറ്റി ലിമിറ്റ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഓപ്ഷൻ ബി പറയുന്നത് 80, 80, 40. ഓപ്ഷൻ സി പറയുന്നത് 60, 60, 50. ഓപ്ഷൻ ഡി പറയുന്നത് 70, 60, 25. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരിക. 60 കിലോമീറ്റർ പെർ ഹവർ ആണ് 6 ലൈനിലൂടെ ആണെന്നുണ്ടെങ്കിലും 4 ലൈനിലൂടെ ആണെന്നുണ്ടെങ്കിലും ഒരു മോട്ടോർ സൈക്കിളിന് മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്പീഡ്. ദെൻ ടൗൺ ലിമിറ്റ് എപ്പോഴും എന്തായിരിക്കും? 50 കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. ദെൻ നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
താഴെ പറയുന്നവയിൽ ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ മതിയായ ഇടമുണ്ടെങ്കിൽ റോഡിന്റെ ഇടതുവശത്ത് എവിടെയും നിങ്ങൾക്ക് വാഹനം നിർത്താം. ഗിവ് എവേ റൂൾ അനുസരിച്ച്. ദെൻ ഓപ്ഷൻ ബി പറയുന്നത് പാലങ്ങളും കൊടും വളവിന്റെ അടുത്തോ വാഹനം ബസ് അല്ലാത്താണെങ്കിൽ നിയുക്ത ബസ് സ്റ്റാൻഡുകളിലും നിർത്തരുത്. ഓപ്ഷൻ സി പറയുന്നത് 4 വരി പാതയിലും നഗരപാതയിലും സർവീസ് റോഡുകളിലും സ്റ്റോപ്പില്ല. ഓപ്ഷൻ ഡി പറയുന്നത് ആവശ്യത്തിന് സ്ഥലമുണ്ടെങ്കിൽ ആംബർ ലൈറ്റ് മിന്നി മറയുന്നുണ്ടെങ്കിൽ നഗരപരിധിയിലെ ഒരു കടയുടെ മുന്നിൽ നിർത്താം. ഇതിൽ ഏറ്റവും ശരിയായ പ്രസ്താവന എന്നാ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ എല്ലാ 2 3 ശരി ഉണ്ടാവും, പക്ഷെ ഏറ്റവും കൂടുതൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റത്തെ എന്താണ് പറയുന്നത്? മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ മതിയായ ഇടമുണ്ടെങ്കിൽ റോഡിന്റെ ഇടതുവശത്ത് എവിടെയും നിങ്ങൾക്ക് വാഹനം നിർത്താം എന്നുള്ള പറയുന്നത്. അത് ശരിയായ പ്രസ്താവനയല്ല. മറ്റു വാഹനങ്ങൾ കടന്നു പോകാൻ സ്ഥലമുണ്ടെന്ന് വിചാരിച്ച് നമുക്ക് റോഡിന്റെ എവിടെയും പോയി വാഹനം നിർത്താൻ പറ്റുമോ? പറ്റില്ല. രണ്ടാമത്തെ, പാലങ്ങളിലും കൊടും വളവിന്റെ അടുത്തോ ഷാർപ്പായിട്ട് കർവുണ്ടെങ്കിൽ വാഹനം ബസ് അല്ലാത്തതാണെങ്കിൽ ബസ് സ്റ്റാൻഡുകളിൽ ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാവുമല്ലോ, സൈഡിലെ ബസ് സ്റ്റോപ്പുകളിൽ, അവിടെ വാഹനം നിർത്തരുത് എന്നാണ് പറയുന്നത്. അത് കൃത്യമാണ്. ഒരിക്കലും നമുക്കൊരു വാഹനം പാലത്തിലോ അല്ലെങ്കിൽ ഒരു വളവിന്റെ അടുത്തോ കൊണ്ടുപോയി നിർത്താൻ പാടില്ല. അതേപോലെ ബസ്സിന്റെ ബസ് സ്റ്റോപ്പ് ആയിട്ട് മാർക്ക് ചെയ്ത ഏരിയയിലും നമ്മൾ ഒരിക്കലും വാഹനം കൊണ്ടുപോയി നമ്മളുടെ ബസ് അല്ലാത്ത വാഹനം കൊണ്ടുപോയി നിർത്താൻ പാടില്ല. 4 വരി പാത, നഗരപാത, സോറി ഇതൊന്നും കറക്റ്റ് അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമ്മളൊരു പാലത്തിലൂടെ, ഒരു നാരോ ബ്രിഡ്ജ് അല്ലെങ്കിൽ ബ്രിഡ്ജിലൂടെ അതേമാതിരി ഒരു കെറുവിന്റെ അടുത്ത് ആയിട്ടൊന്നും വാഹനം ഒരിക്കലും പാർക്ക് ചെയ്യാനോ സ്റ്റോപ്പ് ചെയ്യാനോ നിർത്താനോ പാടുള്ളതല്ല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഓവർടേക്കിംഗ് സംബന്ധിച്ച് ശരിയായത്? വളവുകൾ, പാലങ്ങൾ, കയറ്റം, ഇറക്കം, എതിരെ വരുന്ന ട്രാഫിക്കിന്റെ സാന്നിധ്യം, സ്കൂൾ മേഖല എന്നിവിടങ്ങളിൽ ഓവർടേക്ക് അനുവദനീയമല്ല. രണ്ടാമത്തെ പറയുന്നത് റോഡിന്റെ മധ്യത്തിൽ തുടർച്ചയായ വെള്ള മഞ്ഞ വരെയുള്ളിടത്ത് ഓവർടേക്കിംഗ് ചെയ്യുന്നത് അനുവദനീയമല്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റോഡിന്റെ നടുവിൽ വെളുത്ത വര പൊട്ടിയിടത്ത് ഓവർടേക്കിംഗ് ചെയ്യുന്നത് അനുവദനീയമല്ല. അപ്പൊ ഇതിൽ 3 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായത് എന്നാ പറയുന്നത്? പ്രസ്താവന 1ഉം 2ഉം, പ്രസ്താവന 2ഉം 3ഉം 1 മാത്രമാണ് ശരി. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണെന്നാണ്. ഒന്നുകൂടി നോക്കാം. വളവുകൾ, പാലങ്ങൾ, കയറ്റം, ഇറക്കം, എതിരെ വരുന്ന ട്രാഫിക്കിന്റെ സാന്നിധ്യം, സ്കൂൾ മേഖല എന്നിവിടങ്ങളിൽ ഓവർടേക്ക് അനുവദനീയമല്ല. അത് കറക്റ്റാണ്, സെന്റൻസ് കറക്റ്റാണ്. വളവുകളിലൊന്നും നമുക്ക് ഓവർടേക്ക് പാടില്ല, പാലങ്ങൾ പാടില്ല, കയറ്റത്ത് പാടില്ല, നോക്കിയിട്ട്. ഇത് രണ്ടാമത്, റോഡിന്റെ മധ്യത്തിൽ തുടർച്ചയായ വെള്ള ഓർ മഞ്ഞ വരെയുള്ളിടത്ത് ഓവർടേക്ക് അനുവദനീയമല്ല. ഇതും കറക്റ്റാണ്. റോഡിന്റെ നടുവിൽ വെളുത്ത വര പൊട്ടിയെടുത്ത് ഓവർടേക്കിംഗ് ചെയ്യുന്ന അനുവദനീയമല്ല. ഇത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ആയിരിക്കും ശരി. പ്രസ്താവന 1ഉം 2ഉം ശരി. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. അതായത് നമുക്ക് വര പൊട്ടിയെടുത്ത് എന്ന് പറയുന്നത് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള വരകളുള്ള സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഓവർടേക്ക് ചെയ്യാം. സോൾഡ് ലൈനിലെ വരലിലോടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രോക്കൺ ലൈൻസിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. സോൾഡ് ലൈനിലെ ലൈൻസിൽ നമുക്ക് ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മളുടെ ഈ ലാസ്റ്റ് നടന്ന ഡ്രൈവറിന്റെ ഒരു ഇൻസ്ട്രക്ടർ എക്സാമിലെ സ്പെഷ്യൽ ടോപ്പിക്സ് വന്ന ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത 15 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡ്രൈവറിന്റെ പുതിയ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ ആയിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ പോലീസ് ഡ്രൈവറിന് നല്ല രീതിയിൽ ബാച്ച് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്നുള്ള ലൈവ് ക്ലാസ്സസും അതോടൊപ്പം തന്നെ ക്ലാസ്സസും റിവിഷൻ സീരീസും MCQ മോക്ക് ടെസ്റ്റും എല്ലാം ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും എല്ലാം ആയിട്ട് ഒരു ഫുൾ എക്യുപ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ബാക്കി 15 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.